ബർത്ത്ഡേ ഗിഫ്റ്റിന് ഒരൊന്നൊന്നര സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസ് എന്താന്നുള്ളത് ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൽ എന്തൊക്കെ വെച്ചെന്ന് ഞാൻ കാണിച്ചു. ഇയറിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുവരിച്ചുണ്ടോ? എന്റെ ഒരു ഷോപ്പിംഗ് വ്ലോഗിൽ ഞാൻ ഇയറിംഗ്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ചധികം ഇയറിംഗ്സും നെക്ക് ചെയിനും അതുപോലെ ഒരു പെർഫ്യൂമും ഇതൊക്കെയാണ് വെക്കാനുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ മൊത്തം ഇതിന്റെ സെലക്ഷനാണ്. ഒരൊറ്റ ഒരെണ്ണം പോലും നമ്മളെ കസ്റ്റമർ ഇതിന് സെലക്ട് ചെയ്തില്ല. അതിന്റെ റീസൺ എന്താ നിങ്ങൾക്ക് അറിയാം? കാരണം ഇത് ആളുടെ സ്വന്തം ബർത്ത്ഡേ ആണ്. നിങ്ങളൊന്നും ഞെട്ടിയില്ലേ? ഇത് തന്നെയാണ് എനിക്കും ഉണ്ടായത് കേട്ടോ. ഈ ഒരു ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നിന്റെ ഫോട്ടോ അയക്കണ്ട. കാരണം ഇത് ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്ന സ്വന്തം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. എന്തായാലും ഈ ഒരു സാധനം അതെന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് ആരും ഗിഫ്റ്റ് തരണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കരുത്. പറ്റുമെങ്കിൽ എന്താ നമ്മൾ തന്നെ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്യും. നമ്മുടെ ഗിഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചേട്ടെ. ഈ ഒരു രീതിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആള് ഭയങ്കര ചെറുതാണ്. എന്നാൽ ആൾക്ക് കുറച്ച് ഏജ് ഒക്കെ ഉണ്ട്. പക്ഷെ ആളുടെ മനസ്സ് ഭയങ്കര കുട്ടിത്തുള്ള ആളാണ്. ഈ ഒരു വർക്കിന്റെ റേറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഈ രീതി ഷെയർ ചെയ്താൽ മതി. അപ്പൊ ഇത്രയുള്ളൂ. ടാറ്റാ.